ഒരു സിനിമയുടെ തിരക്കഥ എങ്ങനെ എഴുതണം എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും കുറേയേറെ ചെറുപ്പക്കാരുണ്ടൊക്കെ ഈ തിരക്കഥ എഴുതാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരുണ്ടൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് ചേട്ടാ ഇത് എഴുതേണ്ടത്, ഒന്ന് പറഞ്ഞു തരാമോ എന്നൊക്കെ ചോദിച്ചു. അതിന് അവരോട് ഞാൻ പറയാറുള്ളൊരു മറുപടി, അങ്ങനെ പ്രത്യേകിച്ച് അതിനൊരു വ്യാകരണമൊന്നുമില്ല, ഇന്ന രീതിയിൽ എഴുതണം എന്നൊന്നുമില്ല. എന്നാലും നിങ്ങൾ എഴുതാൻ പോകുന്ന സിനിമയുടെ കഥ നന്നായിരിക്കണം, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കഥയായിരിക്കണം. അതെങ്ങനെ തീരുമാനിക്കും? കോമൺ സെൻസ് അത് വെച്ചിട്ട് വേണം തീരുമാനിക്കാനായിട്ട്. പിന്നെ ഈ കഥയിലേക്ക് നിങ്ങൾ എങ്ങനെ കടന്നു വരുന്നു, എങ്ങനെയാണ് ഈ കഥ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിൽ എത്തിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം പൈസ മുടക്കി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൻ്റെ അകത്ത് ഇരുന്ന് പടം തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഇരുന്ന് എന്തുവാ സംഭവിക്കുന്നു, ഒന്നും സംഭവിക്കുന്നില്ല, എങ്ങനെയെന്ന് പറഞ്ഞ് കുറച്ചങ്ങ് നേരം കഴിഞ്ഞിട്ട് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടും കാര്യമായിട്ടുള്ള ഇൻസിഡൻസ് ഒന്നും അതിൻ്റെ അകത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ ഈ പടം കാണാനായിട്ട് പിന്നെ ആൾക്കാർക്ക് വലിയ താല്പര്യം കാണില്ല. ആ പടം പൊട്ടി അല്ല പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷണം അവിടെ തന്നെ നമുക്ക് തെളിയും. സ്റ്റീവൻ സ്പീൽബർഗ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പടം തുടങ്ങി 5 മിനിറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ ഓഡിയൻസിനെ, പ്രേക്ഷകനെ കയ്യിലെടുക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം, പ്രേക്ഷകൻ ഞെട്ടിപ്പോണം, കിടുങ്ങി പോകുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഒരു സംഭവം, കിടുങ്ങുക എന്ന് പറഞ്ഞാൽ പേടിച്ച് വരയ്ക്കുക എന്നുള്ളതല്ല, അല്ലാണ്ട് തന്നെ പ്രേക്ഷകൻ്റെ ആകാംക്ഷ അതിലേക്ക്, ആ കഥയിലേക്ക് എത്തിക്കുന്ന, സിനിമയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കണമെന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്ലോസ് എൻകൗണ്ടേഴ്സ് ആണെങ്കിലും ജോസ് ആണെങ്കിലും അതുപോലുള്ള എല്ലാ പടങ്ങളും എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ അകത്തെല്ലാം ഈ ഒരു ഘടകം സ്പീൽബർഗ് വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഈ നേരത്തെ പറഞ്ഞ സംശയം ചോദിക്കുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഒരു മലയാള പടം, അത് ഞാൻ പരസ്യം ചെയ്ത പടമല്ല, പക്ഷേ എനിക്ക് അതുമായിട്ട് കുറച്ചേറെ കൂടുതൽ അടുക്കേണ്ടി വന്നൊരു പടമാണ്. കാരണം അത് എഴുതിയ ആൾ ജോൺ പോളാണ്. ജോൺ പോളും പിന്നെ അതിൽ പ്രധാന ഭാഗം അഭിനയിച്ച മമ്മൂട്ടിയാണ്. ഈ മമ്മൂട്ടി ഇത് അഭിനയിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ മീൻസ് ഞാനും ഡെന്നീസും ഞങ്ങൾ ഇങ്ങനെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജോയ് തോമസിന് വേണ്ടി ഒരു പടം, ഡെന്നീസിൻ്റെ 2ാമത്തെ പടമാണ്. ഇവൻ ആദ്യം ചെയ്ത പടം ഈറൻ സന്ധ്യ. കാര്യം അവൻ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതിയിരുന്നെങ്കിൽ അവൻ്റെ പേരിലല്ല, അവസാനം അത് മാറി ജോൺ പോളിൻ്റെ പേരിൽ ആ സ്ക്രിപ്റ്റല്ല, ജോൺ പോൾ കുറേ തിരുത്തി എഴുതുകയൊക്കെ ചെയ്തു. ഇവൻ്റെ കഥ മാത്രം ഡെന്നീസ് ജോസഫ് എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ ഡെന്നീസിനത് മാനസികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായി, അവൻ്റെ ഭാവി തന്നെ കുഴപ്പത്തിലാവുമോ എന്നൊക്കെ ഒരു പേടിച്ചിരിക്കുന്നൊരു സന്ദർഭത്തിലാണ് അടുത്തൊരു പടം ചെയ്യാനായിട്ട് എന്തോ ഡെന്നീസിൻ്റെ കഴിവിൽ മമ്മൂട്ടിക്ക് താല്പര്യം തോന്നി. എൻ്റെ സപ്പോർട്ടും ജോയിയൊക്കെ വന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ മമ്മൂട്ടിയാണ് ജോയ് തോമസിൻ്റെ ഒക്കെ പറയുന്ന ഈ ധൈര്യമായിട്ട് ഡെന്നീസിൻ്റെ സബ്ജക്റ്റ് എടുത്തോ, അവന് എഴുതാൻ കഴിവുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ജോയ് തോമസ് എന്തെങ്കിലും ചോദിച്ചു. കാരണം ഞങ്ങൾ തമ്മിലുള്ള ബന്ധമൊക്കെ ജോയിക്കും അറിയാവുന്ന, ജോയിയായിട്ടും വളരെ നല്ല ബന്ധമുള്ളതോടു ഇപ്പോൾ ധൈര്യമായിട്ട് എടുത്തോ, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് സജസ്റ്റ് ചെയ്തിട്ട് എടുത്ത പടമാണ് നിറക്കൂട്ട് എന്ന് പറയുന്ന പടം. അപ്പോൾ ഈ നിറക്കൂട്ട് എന്ന് പറയുന്ന പടം വിജയിക്കേണ്ടത്, പരസ്യം ചെയ്യേണ്ട ഞാനാണ്, ആ പടം വിജയിക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതുപോലെ തന്നെ എനിക്ക് അതിനേക്കാൾ ആവശ്യമാണ് ജോയ് തോമസിന് രക്ഷപ്പെടണം പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ. ഡെന്നീസ് 2ാമതൊരു ചാൻസ് വരുന്നത് തീർച്ചയായിട്ടും രക്ഷപ്പെട്ടേ പറ്റുള്ളൂ. കാരണം ഡെന്നീസിൻ്റെ ഭാവി അതിനെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി മാക്സിമം ഞങ്ങൾ ഒത്തിരി ആലോചിക്കുകയും ഇതൊക്കെ ചെയ്തു. ജോയ് തോമസ് പലവട്ടം ഡിസ്കഷൻസും കാര്യങ്ങളുമൊക്കെ ജോയി തോമസുമായിട്ടൊക്കെ ഇങ്ങനെ ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, മമ്മൂട്ടി ഇതെല്ലാം ആയിട്ട്. അപ്പോൾ അതിൽ ഞാൻ മമ്മൂട്ടിയുടെ അടുക്കലൊരു സജഷൻ വെച്ചു, മമ്മൂട്ടി നമുക്ക് ഈ മുടി ഒന്ന് മൊട്ടയടിച്ചാലും മമ്മൂട്ടിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടു. തനിക്കെന്നോട് ഇത്ര അസൂയാണോ എൻ്റെ മുടി കണ്ടിട്ട് എന്നൊക്കെ ചോദിച്ച് പ്രശ്നമാക്കി. ഞാൻ പറഞ്ഞു അതല്ല, ഈ എന്നും ഒരേപോലെ സുന്ദരനായിട്ടുള്ള മമ്മൂട്ടിയെ തന്നെ കണ്ടുകൊണ്ടിരുന്നാൽ അതിൻ്റെ ചേഞ്ച് കേട്ടോ, മുടിയാകുമ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോൾ ഒരു മാസം കൊണ്ടൊക്കെ അത് കിളുത്ത് വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കട്ടയ്ക്കിങ്ങനെ പിടിച്ചത് മൊട്ടയടിക്കണം എന്നുള്ളൊരു മട്ടിലൊക്കെ സജസ്റ്റ് ചെയ്ത് നോക്കി. സജസ്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ മമ്മൂട്ടിയൊക്കെ, അല്ലാണ്ടൊന്നും പറ്റില്ല. ഡെന്നീസും സജസ്റ്റ് ചെയ്തു. ജോഷിക്കും അത് കേട്ടപ്പോൾ കൊള്ളാമല്ലോ എന്ന് തോന്നി. കാരണം അത് ഒരു ജയിൽ ചാടി വരുന്നൊരു പുള്ളിയുടെ ഒക്കെ കഥയാണ്. നിങ്ങൾ നിറക്കൂട്ട് കണ്ടിട്ട് ഈ ചാനലിലും ഞാൻ നിറക്കൂട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടുതലായി ഞാൻ പറയുന്നില്ല. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ തലയൊന്ന് മൊട്ടയടിക്കാം എന്നുള്ളൊരു ഐഡിയ പുള്ളി ഭാഗികമായിട്ട് സമ്മതിച്ചു. മമ്മൂട്ടി ഞങ്ങൾക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഈ മമ്മൂട്ടിയുടെ തല മൊട്ടയടിക്കുന്ന ഒരു സീൻ വേണം ഷൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സമയത്താണ് നിറക്കൂട്ടിൻ്റെ ഷെഡ്യൂൾ ഒന്ന് ബ്രേക്ക് ആവുകയൊക്കെ ചെയ്തു. പിന്നെ ഇടയ്ക്ക് അത് വേറെ കഥകളാണ്, അത് പോട്ടെ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ യാത്ര എന്ന് പറയുന്നത് പ്രക്കാട്ട് ഫിലിംസിന് വേണ്ടിയിട്ട് ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഈ യാത്ര എന്ന് പറയുന്നത്. അതിൻ്റെ തിരക്കഥയും സംഭാഷണം എഴുതിയിരിക്കുന്ന ജോൺ പോളാണ്. അപ്പം ഈ പലവട്ടം ഞങ്ങൾ അന്ന് സിനിമ, ഈ എറണാകുളത്തുള്ള സിനിമാക്കാരെന്ന് പറഞ്ഞപ്പോൾ ജോൺ പോൾ ആണെങ്കിലും കല്ലൂർ ഡെന്നീസ് ആണെങ്കിലും ഗിത്തോ ആണെങ്കിലും ഞങ്ങൾ ജോയ് തോമസ് ഇങ്ങനെയുള്ള കക്ഷികളെല്ലാം കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒരു ഡിസ്കഷൻ കാര്യം അത് മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോളിലോ എവിടെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ, അല്ലെ എല്ലാവരും ഓഫീസിലായിരിക്കും, അങ്ങനെ എല്ലാ ഗിത്തോയുടെ ഓഫീസിലായിരിക്കും, അങ്ങനെ പല സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കണ്ടിങ്ങനെ സംഭാഷണമൊക്കെ നടക്കാറുണ്ട്.
അങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ളൊരു സാധനമായിരുന്നു ഈ ജോൺ പോൾ പറഞ്ഞ ഈ യാത്ര എന്ന് പറയുന്ന കഥ. ഏതായാലും ബാലുമഹേന്ദ്രയ്ക്ക് ഈ അതേ ആശയം അന്ന് തോന്നിയിരിക്കണം. ബാലുമഹേന്ദ്ര പറഞ്ഞിട്ടാണ് ആയിരിക്കും, ബാലുമഹേന്ദ്ര എങ്ങനെ സജസ്റ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് മമ്മൂട്ടിയുടെ സെഞ്ചുറി ഫിലിംസിന് എൻ്റെ ഈ യാത്ര എന്ന് പറയുന്നതിൻ്റെ പ്രൊഡ്യൂസർ പ്രക്കാട്ട് ജോസഫ് എബ്രഹാം എന്ന് പറയുന്ന ആളായിരുന്നു. നല്ലൊരു വാണിജ്യ രംഗത്തും വ്യവസായ രംഗത്തും ഒക്കെ താല്പര്യമുള്ളൊരു നല്ല കലാരസികനായിട്ടൊരു മനുഷ്യനായിരുന്നു ഈ ജോസഫ് എബ്രഹാം എന്ന് പറയുന്നത്. അദ്ദേഹം അതിനു മുമ്പ് ഈ യാത്ര എടുക്കുന്നതിന് മുമ്പ് ഓളങ്ങൾ, ഊമക്കുയിൽ എന്ന് പറഞ്ഞ 2 പടവും കൂടെ ഈ പ്രക്കാട്ട് ഫിലിംസിൻ്റെ ബാനറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്ന് മമ്മൂട്ടിയും സമ്മതിച്ചു. അങ്ങനെ ഈ മമ്മൂട്ടിയുടെ മുടി മുണ്ടനം ചെയ്യുന്ന ഇത് നടക്കുന്നത് യാത്ര എന്ന് പറയുന്ന പടത്തിൻ്റെ ലൊക്കേഷനിൽ വെച്ച് ഊട്ടി ഭാഗത്തൊക്കെ ആയിരുന്നു എൻ്റെ ലൊക്കേഷൻ. മമ്മൂട്ടിയുടെ തല മുട്ടയടിക്കുന്നതായിട്ടുള്ള, അപ്പോൾ ഈ മുടി വെട്ടുന്നയാൾ കംപ്ലീറ്റ് മുടി വെട്ടുന്നതായിട്ടുള്ള സീനൊക്കെ അവർ ഷൂട്ട് ചെയ്തിട്ട് അത് ആ സീനുകളൊക്കെ ഈ പടത്തിൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നിറക്കൂട്ടം എന്ന് പറയുന്ന പടം വന്നപ്പോഴത്തേക്ക് അതിൽ നമുക്ക് ഇതുപോലത്തെ ഒരു സീൻ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. ഞങ്ങൾ പ്ലാൻ ഇട്ടിരുന്നെങ്കിലും അങ്ങനെ ഉൾപ്പെടുത്താനായിട്ട് പറ്റിയില്ല. പക്ഷേ മുട്ടത്തല കുറേ കൂടെ അതിൻ്റെ ഒരു ഭീകരതയും ജയിലിൽ ചാടി വരുന്നതിൻ്റെ ഇതൊക്കെ കുറേ കൂടെ എനിക്ക് തോന്നുന്നു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു നിറക്കൂട്ടം എന്ന് പറയുന്ന പടത്തിലായിരുന്നു കുറച്ചുകൂടെ വന്നത്. അപ്പോൾ ഈ ഒരു കഥയിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഇങ്ങനത്തെ ചില ഐഡിയാസിലൊക്കെ വരുന്ന സാമ്യമൊക്കെ കൊണ്ടാണ് എനിക്ക് ഈ ജോൺ പോളിൻ്റെ കഥയോട്, പിന്നെ കഥ എനിക്കിഷ്ടമായിരുന്നു, താല്പര്യം തോന്നുക. അപ്പോൾ ഈ പടം തുടങ്ങുന്ന ഞാൻ ആദ്യം പറഞ്ഞു വന്ന കാര്യം സ്ക്രിപ്റ്റ് എങ്ങനെ ഇവർ പ്ലാൻ ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു ഉത്തരമാണ്. പടം തുടങ്ങുമ്പോൾ വളരെ പ്രകൃതി മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇവിടെ ഒരു സ്കൂളിലെ വിദ്യാർത്ഥികൾ വിനോദയാത്രയ്ക്ക് പോകുന്നതാണ്. വിനോദയാത്രയ്ക്ക് പോകുന്നു, ഒരു പാട്ടുമൊക്കെ പാടിയിട്ടാണ് പോകുന്നത്. തന്നന്നം താനന്നം, ആ പാട്ട് അതൊക്കെ പാടി. ഇളയരാജയാണ് മ്യൂസിക്, പാട്ട് എഴുതിയിരിക്കുന്ന ONV ആണ്. അങ്ങനെ ഇവർ ഇത് വിനോദയാത്രയായിട്ട് ഇങ്ങനെ വരുന്നു. ഈ പാട്ട് തീരുമ്പോൾ ബസ് ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ടൈറ്റിലിൻ്റെ സമയത്ത് ഒരാൾ സിൽ ഔട്ടായിട്ട് ഇങ്ങനെ, ആൾ വ്യക്തമല്ല, പക്ഷേ മമ്മൂട്ടിയാന്ന് നമുക്ക് മനസ്സിലാകും. ദൂരത്തുനിന്ന് നടന്ന് അധിക ദൂരം, ഒത്തിരിയേ ദൂരം ഇങ്ങനെ നടന്ന് അവശനായിട്ട് വരുന്ന ഒരാളെ നമ്മൾ ടൈറ്റിലിൻ്റെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇയാൾ വന്നിട്ട് ഈ കലുങ്ക് പോലത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഈ ബസ് വരുന്ന ദൂരത്തുനിന്ന് വരുന്ന കണ്ടുകൊണ്ട് ഈ മനുഷ്യൻ ആകെ അവശനാണ്. താടിയൊക്കെ നീട്ടിട്ടുണ്ട്, മുടി നീട്ടി താടിയൊക്കെ വളർത്തി വളരെ അവശനായിട്ടുള്ളൊരു മനുഷ്യൻ. പുള്ളി എഴുന്നേറ്റ് ഈ വരുന്ന സ്കൂളിലെ വിനോദയാത്രക്കാർ വരുന്ന വണ്ടിക്ക് കൈ കാണിക്കും. അപ്പോൾ അവർ നോക്കിയിട്ട് ഒരു അലമ്പ് കക്ഷി, ഒരു കുഴപ്പക്കാരനായിരിക്കും എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ ഒരു താല്പര്യം തോന്നില്ല, അവർ വണ്ടി വിട്ടു പോകും. വണ്ടി വിട്ടു പോകുമ്പോൾ ആ ഇതിൽ ബസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടി, ഫാദർ അത് ഇവരുടെ ഈ ബസ്സിൻ്റെ ഇവരുടെ കൂട്ടത്തിലുള്ള അടൂർ ഭാസിയാണ് ആ വേഷം ചെയ്യുന്നത്, ഫാദറായിട്ട് വരുന്നത്. ഫാദർ കണ്ടിട്ടൊരു പാവാന്ന് തോന്നുന്നു, നമുക്ക് അയാളെ കൂടെ കയറ്റാമായിരുന്നു എന്ന് പറയുമ്പോൾ വണ്ടി നിർത്തിയിട്ട് വണ്ടി പുറകോട്ട് വരുമ്പോൾ മമ്മൂട്ടിയുടെ അടുക്ക് വന്നിട്ട് ആ കയറിക്കോ, താൻ എങ്ങോട്ടാന്ന് ചോദിക്കുക, എങ്ങോട്ടേലും എനിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി എന്നാൽ കയറിക്കോ എന്നും പറഞ്ഞ് കയറി വന്നു കഴിയുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഇരുന്നോന്നും പറഞ്ഞപ്പോൾ ഒരു സീറ്റിൻ്റെ അവിടെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. മമ്മൂട്ടി നോക്കിയിട്ട് പറയും ഞാൻ അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കും. വളരെ ക്ഷീണിതനാണ്. ഞാൻ അവിടെ ഇരുന്നോട്ടെ, അതായത് വിൻഡോ സീറ്റാണ്, അവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ വിൻഡോ സീറ്റ് എവിടെയൊക്കെ ഇരിക്കുള്ളായിരിക്കും എന്നും പറഞ്ഞ് അടൂർ ഭാസി കളിയാക്കും. ഇത് ഇച്ചിരി പുച്ഛഭാവത്തിലൊക്കെ പറയുന്നുണ്ട്. അല്ല വേണ്ട, ഞാനിവിടെ ഇരുന്നോളാം എന്നും പറഞ്ഞ് മമ്മൂട്ടി അല്ല, അപ്പോൾ ആ കുട്ടി തന്നെ മാറിക്കൊടുക്കും, അവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് അവിടെ മാറിക്കൊടുക്കും. അങ്ങനെ ഇതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ് ആ സീൻ. പക്ഷേ നമ്മളത് ഇതെന്താണ് ഇങ്ങനൊരു മമ്മൂട്ടിയുടെ ക്യാരക്ടർ ഇങ്ങനത്തെ ഒരു അഹങ്കാരം പോലെ കാണിച്ചത്, സ്വാർത്ഥത കാണിച്ചതെന്നൊക്കെ അവിടെ സംശയം തോന്നും. പക്ഷേ ഒരു കീ പോയിൻ്റ് അവിടെ ഇട്ടിട്ടാണ് ഈ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ വണ്ടി മൂവ് ചെയ്യുമ്പോൾ എവിടുന്നാണ് വരുന്നത് നീ പ്രിൻസിപ്പലായിട്ടുള്ള അച്ഛൻ ചോദിക്കുമ്പോൾ ജയിലിൽ നിന്നാന്ന് പറഞ്ഞു മമ്മൂട്ടി. ഇവരെല്ലാവരും ഒന്ന് കിടുങ്ങിപ്പോയി. ജയിലിൽ നിന്ന് വരുന്ന എന്തായിരുന്നു? അപ്പോൾ കൊലക്കുറ്റമാണ്. അപ്പോൾ അടൂർ ഭാസിയുടെ ഭാവമൊക്കെ മാറി, എല്ലാവരുടെയും ഭാവം. കാരണം ഒരു കൊലപ്പുള്ളി, ഒരാളെ കൊന്നേച്ച് വന്നിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇവരെ ബസ്സിൽ ഒരു ആശ്രയം കൊടുത്തിരിക്കുന്നത്. ഒരാകെ ഒന്ന് വിഷമിക്കും. അത് കഴിഞ്ഞ് കളിപ്പിക്കാൻ പറഞ്ഞായിരിക്കും അല്ലേ എന്ന് അടൂർ ഭാസി ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറയും അല്ല, മീശയും താടിയും വടിച്ചു കളഞ്ഞ് ഒരു ലോഹയിട്ടാൽ ഒരു വൈദികനാകും, നിങ്ങളിതെങ്ങനെ ഇങ്ങനത്തെ ഒരു ഇതിൽ പോയി പെട്ടു എന്നും പറഞ്ഞ് അടൂർ ഭാസി ചോദിക്കുകയാണ്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടിയായിട്ട് മമ്മൂട്ടിയുടെ കഥ പറയുന്നതായിട്ടാണ് ഇതിൻ്റെ ബാക്കി സിനിമ വരുന്നത്. അതായത്
ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു കഥ പറഞ്ഞ്, അതായത് ഒരു പാവത്താനായിട്ടുള്ളൊരു മനുഷ്യൻ ശരണനായിട്ട് നിൽക്കുന്ന ആളിന് സ്കൂളിൽ നിന്നുള്ള ഇത് വരുന്ന വിനോദയാത്രക്കാർ ആശ്രയം കൊടുക്കുന്നു, ബസ്സിൽ കയറി കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞു വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലം ലൊക്കേഷനുകളിലൊക്കെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഇങ്ങനെ വന്നിട്ട് ഈ മമ്മൂട്ടിയുടെ മറുപടിയും കൂടെ കേട്ട് കഴിയുമ്പം ഇതങ്ങോട്ട് കാണാനായിട്ടുള്ള പ്രേരണ നമുക്ക് ഭയങ്കര, നമ്മളെ പിടിച്ചിരുത്തി കളയുന്ന ഒരു തുടക്കമായിരുന്നു ഈ സിനിമയുടേതെന്ന് പറയുന്നത്. ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ അടുത്ത കാലത്ത് വന്ന വേറൊരു പടം ഉണ്ടല്ലോ, രേഖാചിത്രം എന്ന് പറഞ്ഞിട്ടൊരു പടം വന്നു. അതിൽ എനിക്കൊന്ന് അനശ്വര രാജനാന്ന് തോന്നുന്നു, അവർ സിനിമയ്ക്കായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു പെൺകുട്ടി മിസ്സിങ് ആയിട്ട് പോകുന്നു, അങ്ങനെയൊക്കെയുള്ളൊരു കഥയാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. നല്ല പടമായിരുന്നു. അപ്പോൾ ഇതിൽ സിനിമാക്കാരും ഒക്കെ ആയിട്ട് ജോൺ പോൾ, അതായത് കാതോട് കാതോരം, ഭരതേട്ടൻ ജോൺ പോൾ ചേർന്ന് ചെയ്ത്, ജോൺ പോൾ സ്ക്രിപ്റ്റ് ചെയ്ത് ഭരതേട്ടൻ ഡയറക്റ്റ് ചെയ്ത പടമായിരുന്നു കാതോട് കാതരം. അപ്പോൾ അതിൻ്റെ ലൊക്കേഷനിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ കഥ സിനിമ പോകുന്നത്. അപ്പോൾ അതിൽ ഈ സ്ക്രിപ്റ്റ് എഴുതുന്നതായിട്ടല്ല, ജോൺ പോൾ ഇതിൻ്റെ ലൊക്കേഷനിൽ തന്നെ ഒരു താഴെ മാറിയിട്ട് ഒരു കസേര എടുത്ത് കസേരയിൽ ഇരുന്നിട്ട് സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു സീനുണ്ട്. അപ്പോൾ അതിൽ ഈ ഇതിലെ നായിക നടിയാന്ന് തോന്നുന്നു അനശ്വര രാജൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, സാറാണോ ഞങ്ങളുടെ മമ്മൂക്കായുടെ തല മൊട്ടയടിച്ചത്, അങ്ങനെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് പറയുമ്പോൾ മോശമായി പോയി കേട്ടോ എന്നും പറഞ്ഞിട്ട് പോകുന്നൊരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അത്ര ഇപ്പോഴത്തെ തലമുറയിലുള്ള ആൾക്കാർക്ക് പോലും വളരെ ഇഷ്ടപ്പെട്ടൊരു പടമായിരുന്നു ഈ യാത്ര എന്നുള്ളതിൻ്റെ വലിയ തെളിവാണിത്. കുറേ കാലം മുമ്പ്, കുറേ വർഷങ്ങൾക്ക് മുമ്പ് കൃഷ്ണൻ നായർ സാറ്, കൃഷ്ണൻ നായർ, പ്രൊഫസർ കൃഷ്ണൻ നായർ അതിൻ്റെ സ്ഥിരം കോളമായിട്ടുള്ള സാഹിത്യ വാരഫലത്തിൽ വിദേശ സാഹിത്യകാരന്മാരെ, കഥാകൃത്തുക്കളെ ഒക്കെ പരിചയപ്പെടുന്നൊരു പരിപാടിയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ പരിചയപ്പെടുത്തിയ കൂട്ടത്തിൽ പറഞ്ഞിരുന്നൊരു സംഭവമായിരുന്നു, നോവലിസ്റ്റും കഥാകൃത്തും ഷോർട്ട് സ്റ്റോറി റൈറ്ററും ഒക്കെ ആയിട്ടുള്ള, ജേർണലിസ്റ്റും ഒക്കെ ആയിട്ടുള്ള ഒരു പീറ്റ് ഹാമിൽ എന്ന് പറയുന്ന ഒരു സാഹിത്യകാരനെ കുറിച്ച്, അദ്ദേഹം ജേർണലിസ്റ്റും ഒക്കെ ആയിരുന്നു, ജേർണലിസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ന്യൂയോർക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ പുള്ളിക്ക് സ്ഥിരമായിട്ടൊരു കോളം ഉണ്ടായിരുന്നു. നല്ല റൈറ്ററായിരുന്നു. അദ്ദേഹം എഴുതിയ ദി യെല്ലോ ഹാൻഡ് കർച്ചീഫ്, യെല്ലോ റിബൺ എന്നുള്ള പേരിലും അതറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു കഥയെക്കുറിച്ച് കൃഷ്ണൻ നായർ സാർ പറയുന്നുണ്ട്. അതിരസമായിട്ടുള്ളൊരു കഥ, വളരെ രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു. അതിനെക്കുറിച്ച് കൃഷ്ണൻ നായർ സാർ പറഞ്ഞാണ് അറിയാവുന്നത്. അപ്പോൾ ഇതിൽ ഏറെ കാലമായിട്ട് ജയിൽവാസം കഴിച്ചിരുന്ന, ജയിലിൽ കഴിയേണ്ടി വന്നിരുന്ന ഒരാൾ, അപ്പോൾ ഇയാളുടെ കാമുകി ഇയാൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ, കാരണം ഇത്രയും വർഷമായിട്ട് അമേരിക്കയിലും കൂടെയാണ്, ഈ പെൺകുട്ടി കാത്തിരിക്കുന്നുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളൊരു വിഷമവും ഒക്കെ ഈ കൊലപ്പുള്ളിയുടെ കേസിനകത്ത് കിടന്നൊരു മനുഷ്യനാണ്. ഇയാൾ തിരിച്ചിറങ്ങി വരുവാണ് ജയിലിൽ നിന്ന്, ഇതെല്ലാം കഴിഞ്ഞ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ കുറേ കോളേജ് സ്റ്റുഡൻസിൻ്റെ പോകുന്നൊരു ബസ്സിൽ ഇയാൾക്ക് ഈ പറഞ്ഞ പോലെ ലിഫ്റ്റും ഒക്കെ കിട്ടി ഇയാൾ പോകുന്നു. അപ്പോൾ അവിടെ ഇയാളുടെ വിഷമമൊക്കെ കണ്ടിട്ട് ഈ കോളേജ് സ്റ്റുഡൻസൊക്കെ ചോദിച്ചിട്ട് ഇയാളുടെ കഥ പറയുന്നതായിട്ടാണ് ഈ യെല്ലോ ഹാൻഡ് കർച്ചീഫ് എന്ന് പറയുന്ന ഈ കഥ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൃഷ്ണൻ നായർ സാറ് പറഞ്ഞാണ് ഞങ്ങളെല്ലാം അറിയുന്നത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നേരത്തെ ജപ്പാനിലൊരു ചിത്രം വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ ഓസ്കാർ അവാർഡ് വിന്നറൊക്കെ ആയിട്ടുള്ള വില്യം ഹർട്ട്, കിസ് ഓഫ് ദ സ്പൈഡർ വുമൺ എന്ന് പറഞ്ഞ പടത്തിനാണ് ഈ ഓസ്കാർ അവാർഡൊക്കെ കിട്ടി. ഗംഭീര പടമായിരുന്നു ആ പടം. നല്ല നടനുമാണ് വില്യം ഹർട്ട് അഭിനയിച്ച യെല്ലോ ഹാൻഡ് കർച്ചീഫ് എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട്. അതും നല്ല രസമുള്ളതായിരുന്നു. അതിൽ പക്ഷേ കഥയ്ക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. ഈ കോളേജ് സ്റ്റുഡൻസിൻ്റെ കൂടെ അല്ല വരുന്നത്, അല്ലെ സ്റ്റുഡൻസിൻ്റെ കൂടെ അല്ല, പ്രണയം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനായിട്ട് ചാടിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ടീനേജിലുള്ള ഒരു പയ്യനും ഒരു പെൺകുട്ടിയായിട്ടുള്ള അവരുടെ കൂടെയാണ്, അവരുടെ കാറിലാണ് ഇയാൾ വരുന്നത്, ലിഫ്റ്റ് കൊടുക്കുന്ന ആ കാറിലാണ്. അങ്ങനെയാണ് ആ കഥ വർക്ക് ചെയ്തിരിക്കുന്നത്. വളരെ രസകരമായ പടമായിരുന്നു, നല്ല ലൊക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അതിൽ ഈ പറയുന്ന പോലത്തെ ഈ പെൺകുട്ടി ഇയാൾ സ്നേഹിച്ചിരുന്ന, ഈ നായകൻ വില്യം ഹർട്ട് സ്നേഹിച്ചിരുന്ന പെൺകുട്ടി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാകുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയവും ഇതൊക്കെ ആയിട്ട് ഇയാൾ പോവുകയാണ്. പോട്ടെ, ഇനി ഈ കഥയിലേക്ക് വരാം, യാത്രയുടെ അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഈ മമ്മൂട്ടി ഇവരോട് ഈ കഥ പറഞ്ഞേച്ച്, ഇയാളുടെ പശ്ചാത്തലം പറഞ്ഞേച്ച്, മമ്മൂട്ടി എന്തായിരുന്നു, ആരായിരുന്നു, ഇയാൾ ജയിലിലെത്താനിടയായ സാഹചര്യം എന്താണ് എന്ന് പറയുന്നതാണ് ഈ സിനിമയുടെ കഥ എന്ന് പറയുന്നത്. രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ജയിലിൽ പോയി കുറേ കഷ്ടപ്പാട് അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞങ്ങ് തീരുന്നതിന് പകരം ജയിൽവാസം എത്രമാത്രം ഭീകരമായിരിക്കും എന്നുള്ളതിൻ്റെ ചില സൂചനകളും ഒക്കെ, സൂചനകളല്ല, അതിനെക്കുറിച്ചുള്ള 2-3 ക്യാരക്ടേഴ്സിലൂടെ
ജോൺ പോൾ വളരെ വ്യക്തമാക്കി തരുന്നുണ്ട്. വളരെ രസമായിട്ടുള്ള ഇതായിരുന്നു. അതിൽ രാഘവൻ എന്ന് പറയപ്പെടുന്ന ഒരു ക്യാരക്ടർ, രാഘവേട്ടൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ക്യാരക്ടർ, ഇടയ്ക്കിടയ്ക്ക് പുള്ളി ഭീഷണി മുഴക്കും, ആത്മഹത്യ ചെയ്യുമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇയാളെ കാണാനായിട്ട് ഇയാളുടെ വീട്ടിൽ നിന്ന് പ്രായം ചെന്ന അമ്മ വരുമ്പോഴും ഒരു നോക്ക് കാണാനായിട്ട് പോലും സമ്മതിക്കുകയില്ല. അങ്ങനെ ഇവരുടെ ചില അലംഭാവം കാരണം ഈ ഇതിന് കാവൽ നിൽക്കുന്നവരുടെയൊക്കെ. അങ്ങനെ ഇയാൾ വീണ്ടും ഇത് കയറിയിട്ടുള്ള ഈ വലിയ വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ കയറിയിട്ടുള്ള ഒരു ഇങ്ങനെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നത്. പിന്നെ വേറെ നഹാസ്, ഈ നഹാസിൻ്റെ ആദ്യ ചിത്രം ഭരതേട്ടൻ്റെ ഉപാസന എന്ന്, എൻ്റെ ഉപാസന എന്ന് പറഞ്ഞാൽ ജൂബിലിയുടെ എൻ്റെ പടമായിരുന്നു. അങ്ങനെ അതിലൂടെ വന്നതാണ്. അപ്പോൾ എനിക്ക് വളരെ അടുത്തറിയാവുന്ന, ഞാൻ ഒത്തിരി പ്രൊമോഷൻ ഇയാൾക്ക് വേണ്ടിയിട്ട് നഹാസിന് വേണ്ടി ചെയ്തിട്ടുമൊക്കെ ഉള്ളതാണ്. നഹാസിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. കല്യാണം കഴിഞ്ഞ് 3 മാസം മറ്റേ ഉള്ളൂ, അതിൽ 7 ദിവസമേ ഉള്ളൂ ഭാര്യയായിട്ട് നവോധമായിട്ട് ഇയാൾക്ക് ഒരുമിച്ച് കഴിയാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി ഒരു കൊലപാതക കേസിൽപ്പെട്ട് ഭാര്യയെ തോണ്ടാൻ വന്നൊരുത്തനായിട്ട് ഒരു അടി കൊടുത്ത് അയാൾ എത്തുപോയി. അപ്പോൾ ഇതിൽ ഭാര്യയ്ക്കും ശിക്ഷ കിട്ടി, ഈ നഹാസിനും ശിക്ഷ കിട്ടി. അങ്ങനെ ഇവർ രണ്ടുപേരും ഈ ജയിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട്, വനിതാ വാർഡിൽ ഭാര്യയും ഇപ്പുറത്ത് ഇയാൾ, ഇവർക്ക് തമ്മിലൊന്ന് കാണാൻ പോലുള്ള സൗകര്യമില്ല എന്നുള്ള മട്ടിൽ കഴിയുന്ന ഇത്. അങ്ങനെ കുറേയേറെ. പിന്നെ അച്ഛൻ കുഞ്ഞ് നമ്മുടെ ലോറിയിലൊക്കെ വന്നില്ലേ അച്ഛൻ കുഞ്ഞിൻ്റെ ഗംഭീരമായിട്ടൊരു കഥാപാത്രമുണ്ട്. ഇതെല്ലാമായിട്ട് ഈ ജയിലിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ മമ്മൂട്ടിയുടെ പ്രണയിച്ചിരുന്ന ശോഭന കാണാൻ വരുന്ന, ശോഭനയുടെ അച്ഛൻ വീരൻ കാണാൻ വരുന്നത്, ഇങ്ങനെയൊക്കെയുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളിലൂടെയൊക്കെയാണ് ഈ കഥ ജോൺ പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് ബാലു മഹേന്ദ്രൻ നല്ല ഗംഭീരമായിട്ട് സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ പടം വലിയ സക്സസ്സായി തീർന്നു. ഇതിൻ്റെ PN മേനോൻ സാറ് ഇതിൻ്റെ പരസ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഡിസൈൻസും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു ഇതിൻ്റെ ക്യാപ്ഷൻസ് വന്നിരുന്നത്. ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഏറ്റവും നല്ല മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഡിസൈൻസും ഇതൊക്കെ ആയിട്ടാണ് ഈ പടം പുറത്തിറങ്ങിയത്. അന്ന് നിരൂപകന്മാരൊക്കെ പറഞ്ഞത് ശരിക്കും എല്ലാ അർത്ഥത്തിലും ഇത് മമ്മൂട്ടിയുടെ യാത്ര മാത്രമല്ല, മമ്മൂട്ടിയുടെ അഭിനയ കലയുടെ മികവിലേക്കുള്ള ജൈത്രയാത്രയാണ് എന്നുവരെയാണ് ആ ഇടയ്ക്ക് നിരൂപകന്മാരൊക്കെ ഈ ചിത്രത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അങ്ങനെ ഇതിൻ്റെ ഞാൻ ഇത് പറഞ്ഞല്ലോ, മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ONV എഴുതി 2 പാട്ട്, തന്നെന്നം തന്നെ. ഇതുകൂടാതെ യമുനെ നിന്നുടെ നെഞ്ചിൽ, അങ്ങനെ ഒരു പാട്ടുണ്ട്. 2ഉം ഇളയരാജ ചെയ്തതാണ്. പക്ഷേ ഇത് കൂടാതെ മുമ്പേ ഞാൻ പറഞ്ഞ ജയിൽ പുള്ളി രാഘവൻ എന്നൊക്കെ പറഞ്ഞ് ഇയാൾ ജയിലിൽ കിടന്ന് ഇടയ്ക്ക് രാത്രിയിൽ പാടുന്നൊരു പാട്ടുണ്ട്. കുന്നത്തൊരു കാവുണ്ട്, കാവിനടുത്തൊരു മരമുണ്ട്, അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടുണ്ട്. ഈ പാട്ട് അസുരവിത്ത് എന്ന് പറഞ്ഞ പടത്തിൽ നിന്ന് എടുത്തിരിക്കുന്ന പാട്ടാണ്. അത് ശരിക്കൊരു നാടൻ പാട്ടാണ്. P. ഭാസ്കരൻ എഴുതിയല്ല, ഒരു നാടൻ പാട്ടാണ് അത്. ആ നാടൻ പാട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന രാഘവൻ മാഷാണ്. അങ്ങനെ അസുരവിത്ത് എന്ന് പറഞ്ഞ സിനിമയിലുണ്ടായിരുന്ന ഈ പാട്ട് ഇതിൻ്റെ അകത്തെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാളിത് പാടുന്നതായിട്ട്. ഇതിൽ തിലകൻ, അസീസ്, KPSC സണ്ണി, കുഞ്ചൻ, ഇങ്ങനെയൊക്കെയുള്ള നടന്മാർ വേറെയുണ്ട്. അതിൽ തിലകൻ ജയിൽ വാർഡനായിട്ട് വരുന്ന നല്ല ഗംഭീരമായിട്ടുള്ള അഭിനയമായിരുന്നു. ഇതിൽ ഏറ്റവും നല്ല സംവിധായകനുള്ള അവാർഡ് ബാലു മഹേന്ദ്രയ്ക്ക് കിട്ടി. പിന്നെ മമ്മൂട്ടിക്ക് എന്തോ ഒരു പ്രത്യേക പരാമർശം അങ്ങനെ എന്തൊക്കെ ആയിട്ടുള്ള മമ്മൂട്ടിക്ക് അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ അവാർഡുകളും ഒക്കെ കിട്ടിയിരിക്കുന്ന, വളരെ സാമ്പത്തികമായിട്ടും കലാപരമായിട്ടും മികച്ച ചിത്രം എന്നുള്ള അവാർഡ് യാത്രയ്ക്ക് കിട്ടി. അങ്ങനെയൊക്കെ വന്നിരുന്ന ഒരു പടമായിരുന്നു. എല്ലാ അർത്ഥത്തിലും വളരെ പോസിറ്റീവായിട്ട് വന്നൊരു പടമായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. ഈ ചിത്രത്തെക്കുറിച്ച് ഞാൻ ഇതിൻ്റെ കഥയും കാര്യങ്ങളും ഒന്നും കൂടുതൽ പറയുന്നില്ല. കാരണം എനിക്ക് പറയാനായിട്ട് ഇങ്ങനെ ആവേശം വരുന്നുണ്ട്, പക്ഷേ പറയുന്നില്ല. കാരണം ഇത് യൂട്യൂബിലുണ്ട്. ഞാൻ ചെറുപ്പക്കാർ കുറച്ച് പിള്ളേരോട് ചോദിച്ചിട്ട് പലരും ഈ പടം കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ കണ്ടിട്ടുള്ളവർ വീണ്ടും ഒന്നുകൂടെ കണ്ടാലും കുഴപ്പമില്ല. കാണാത്തവർ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പടം കാണണം. വളരെ രസമുള്ളൊരു പടമായിരുന്നു ഈ യാത്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണ്, അല്ലെങ്കിൽ എന്തായിരുന്നു ഈ മമ്മൂട്ടി വലതുവശത്തിരിക്കാനുണ്ടായ കാരണം, ഈ സൈഡ് സീറ്റിലിരിക്കാനുണ്ടായ കാരണം, ഇതൊന്നും ഞാൻ പറയുന്നില്ല. അത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കണം. കണ്ടിട്ടുള്ളവർ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുന്നത് നന്നായിരിക്കും. താങ്ക് യു.